ഒരു ചാപ്റ്ററിൽ നമ്മുടെ സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അതായത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഒരു ഡിസീസിനോട് റെസിസ്റ്റന്റ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള പാർട്സ് ഏതൊക്കെയാണ്, അതിൽ ഓരോന്നിനും എന്തൊക്കെ ആക്ടിവിറ്റീസ് വഴിയാണ് നമ്മളുടെ ഓരോരോ ഡിസീസ് കണ്ടീഷനിലും ആക്ട് ചെയ്യുന്നത്, അതെന്താണ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ ഈ പറയുന്ന ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഫൈനലി ആ ഒരു ഡിസീസ് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു, ഒരു ഡിസീസ് കണ്ടീഷനിലൂടെ കടന്നു പോകും, നമ്മൾ ഉറപ്പായിട്ടും ഫൈനലി പോയി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയായിരിക്കും? നമ്മൾ ഉറപ്പായിട്ടും പോയിട്ട് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും അല്ലെ. നമ്മൾ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യും. കാരണം നമ്മളുടെ ബോഡിക്ക് ഒരു പരിധിയുണ്ട്. അതായത് നമ്മളുടെ ബോഡിയിൽ ഇപ്പൊ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പതോജൻ നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെടുക്കുന്ന ഒരു സമയമുണ്ട്. അതായത് പെട്ടെന്നൊന്നും ചിലപ്പോൾ അതിന് വേണ്ടിയുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ എന്താണ്, ആ ഒരു കണ്ടീഷൻ വളരെ മോശമാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിട്ട് നമ്മൾ ഡോക്ടറിനെ കാണണം. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അത് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഒരിക്കലും സ്വന്തമായിട്ട് ഒരു രോഗത്തിനെയും എന്ത് ചെയ്യാതിരിക്കുക? ട്രീറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പലതരത്തിൽ, അതായത് പണ്ട് കാലം തൊട്ട് ഇപ്പത്തെ ഒരു ജനറേഷൻ കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ ടെക്നോളജി ഇത്രയും മുന്നിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് വരെ നമ്മൾ യൂസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എന്താണ്, ജനറൽ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്ത് ചെയ്യുക? അവെയർ ആയിരിക്കുക. ഓക്കെ, നമ്മൾ ബയോളജി സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറിനെ പോയി കാണും. എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊരു ഡിസീസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു. ആ ഡിസീസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറിനെ പോയിട്ട് കൺസൾട്ട് ചെയ്ത്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം കുറച്ച് മരുന്നൊക്കെ തരും. കുറച്ച് മരുന്നൊക്കെ തന്നു കഴിയുമ്പോൾ നമുക്ക് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് തന്ന് ആ സമയത്ത് കഴിക്കാൻ പറയാൻ നമ്മളത് കഴിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പണ്ട് കാലം മുതൽ ഇപ്പത്തെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തൊരു കാലം വരെ ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സുകൾ നമ്മളുടെ ഈ ഒരു വേൾഡിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ കുറിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? എനിക്കറിയാവുന്ന 2-3 ട്രീറ്റ്മെന്റ് മെത്തേഡ് സാധാരണ നമ്മൾ കേൾക്കാറുള്ള അലോപ്പതി ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ ഇപ്പത്തെ ഒരു മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അലോപ്പതി. അത് നമ്മൾ സാധാരണ ഇപ്പൊ ഡോക്ടറിനെ പോയി കണ്ട് നമ്മളെ ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻ ഒക്കെ തന്നിട്ടുള്ള ഒരു സംഭവമാണ് അലോപ്പതി എന്ന് പറയുന്നത്. പിന്നെ ഹോമിയോപ്പതി കേട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ആയുർവേദം. നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആയുർവേദ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. പല പല ഡിസീസുകൾക്കും പല രീതിയിലുള്ള മെഡിക്കൽ, അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മരുന്നുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ആയുർവേദ മെഡിസിൻ എന്ന് പറയുന്ന സംഭവം. ഇത് കൂടാതെ നമുക്കറിയാത്ത ഒരുപാട് തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ അത്തരത്തിലുള്ള ചില മെത്തേഡുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ആയുർവേദം. എന്താണ് ആയുർവേദം? നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കറിയാം നമ്മളുടെ സറൗണ്ടിങ്സിലൊക്കെ കാണപ്പെടുന്ന ആയുർവേദിക് മെഡിസിൻസ്, അല്ലെങ്കിൽ ആയുർവേദ ഗുണങ്ങളുള്ള ചില പ്ലാന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആനിമൽ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന ആയുർവേദം. ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, കോമൺലി നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണ് ആയുർവേദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സിദ്ധ, യുനാനി, അതുപോലെ നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, അല്ലോപ്പതി. ഇതൊക്കെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ്. ഇതിൽ കുറെ എണ്ണമൊക്കെ ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് പണ്ട് കാലത്തെ ആൾക്കാര്, പണ്ട് കാലത്തെ നമ്മുടെ പൂർവികരൊക്കെ യൂസ് ചെയ്തിരുന്ന മെത്തേഡുകളായിരുന്നു ഈ പറയുന്ന ആയുർവേദയാണേലും സിദ്ധ, യുനാനി, അതുപോലെ നാച്ചുറോപ്പതി ഒക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അതിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അലോപ്പതി കൊണ്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം കുറെ ഡിസീസുകൾക്ക്, അതായത് നമുക്ക്
അലോപ്പതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചില ആയുർവേദ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചില ട്രീറ്റ്മെന്റുകളൊക്കെ നടത്താറുണ്ട്. അതുപോലെ നാച്ചുറോപ്പതിയുടെ കേസിലാണെങ്കിലും നമ്മൾ നേച്ചറിനെ, അതായത് മെഡിസിൻസ് ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നേച്ചറിനെ, അതായത് നമ്മൾ എന്താണ് കംപ്ലീറ്റ്ലി നേച്ചറിനോട് അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് നാച്ചുറോപ്പതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പല തരത്തിലുള്ള ഡിസീസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതലേ യൂസ് ചെയ്തിരുന്ന മെത്തേഡുകളാണ് ഈ പറയുന്ന ആയുർവേദയാണേലും സിദ്ധയാണേലും യുനാനി ആണെങ്കിലും നാച്ചുറോപ്പതി ഒക്കെ ആണെങ്കിലും പണ്ട് കാലത്തെ പണ്ട് കാലം നമ്മുടെ പൂർവികരായിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ടും, അല്ലെങ്കിൽ നമ്മളൊരു മോഡേൺ ഒരു ആൾക്കാരെല്ലാം തന്നെ, അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അലോപ്പതി എന്ന് പറയുന്നത്. അലോപ്പതിയിൽ ഓൾറെഡി ടീച്ചർ പറഞ്ഞ പോലെ നമ്മള് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ടായി, അത് ആ ഡിസീസ് ആണെന്ന് പല മെത്തേഡ്സിലൂടെ, പല ടെസ്റ്റിങ്ങിലൂടെയും ഒക്കെ കണ്ടുപിടിച്ച് അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ നടത്തി ഫൈനലി റിസൾട്ട് വന്ന് ഓക്കെ ഇതാണ് ഡിസീസ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് തരുന്നത്, മെഡിസിൻസ് തരുന്നത്. ആ മെഡിസിൻസ് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസുകൾക്കൊക്കെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ മെഡിസിൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇന്റേണലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡിസീസിനെ വളരെ പെട്ടെന്ന് തന്നെ, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡാണ് എന്ന് പറയുന്നത് അലോപ്പതി എന്ന് പറയുന്നത്. പിന്നെ അലോപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആയുർവേദത്തിലൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നതിന് വേണ്ടിയിട്ട് ഇന്നൊരു ബ്രാഞ്ച് ഉണ്ട്, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അലോപ്പതിയുടെ കേസിൽ ഇപ്പൊ നമ്മളുടെ നമുക്കൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസീസ് വരും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും സ്കിൻ ഡിസീസ് വരുവാണെങ്കിൽ അപ്പൊ സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടായിരിക്കും, അതിനുവേണ്ടി മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസീസുകളാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസീസ് നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ ബ്രാഞ്ചുകളിലായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസിനെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡോക്ടർ തന്നെയല്ല എല്ലാ കാര്യങ്ങളും ട്രീറ്റ് ചെയ്യുന്നത്. പകരം ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസിനും, അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ റീജിയൻസിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേറെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കാർഡിയോളജി എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, കാർഡിയോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ഇപ്പം ഹൃദയത്തിന് വോളിന് തിക്നെസ് കൂടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതേ സമയത്ത് നമ്മൾക്ക് കണ്ണിനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നത് ഒഫ്താൽമോളജിയിലായിരിക്കും. ഓക്കെ, നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ കാഴ്ച കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പം നമുക്ക് കളേഴ്സ് ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമുക്ക് ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അടുത്തുള്ള ലെറ്റേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒക്കെ കണ്ടീഷൻസിൽ നമ്മുടെ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത നമുക്ക് എന്തൊക്കെ ഡിസീസ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പോയി കാണുന്ന ഏത് സെക്ഷനിലായിരിക്കും, ഒഫ്താൽമോളജിസ്റ്റിനെ ആയിരിക്കും പോയി കാണുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ പോയി കാർഡിയോളജിസ്റ്റിനെ പോയിട്ട് എന്റെ കണ്ണിന് പ്രശ്നമാണോ നമ്മൾ പറയത്തില്ല. അപ്പോൾ ഓരോരുത്തരും സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാഞ്ചുകളും ഓരോരുത്തരും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരും ഉണ്ടായിരിക്കും. അതിന്റെ സ്പെഷ്യലൈസേഷൻ നടത്തിയ ഡോക്ടേഴ്സുമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു, അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബോഡിയുടെ ബാലൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ ഉറപ്പായിട്ടും പോയി കാണുന്നത് നമ്മുടെ ന്യൂറോളജിസ്റ്റിനെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ന്യൂറോളജി എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ നെർവസ് ഡിസീസിനെ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഒന്നാണ് ഓങ്കോളജി. നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അല്ലെ?
നമ്മുടെ കയ്യിലിരിപ്പോണ്ടൊക്കെ തന്നെയാണ് അത് വരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാലും എന്താണ്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആരാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്? ഓങ്കോളജി. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റിനുള്ള ആ ഒരു സ്പെഷ്യലൈസേഷനെയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കേട്ടിട്ടില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എന്താണത്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ENT, നമ്മളുടെ ചെവി, അതുപോലെ നമ്മുടെ നോസ്, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ത്രോട്ട്, ഇങ്ങനെ 3 പോർഷൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സ്പെഷ്യലൈസേഷൻ ആണ് ENT എന്ന് പറയുന്നത്. അപ്പൊ ENTനെ കാണാൻ പോകാന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ട്, ഇപ്പൊ എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കാം, ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതുപോലെയാണ് ഓരോരോ ഡിസീസസിനെയും, അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിലും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ഓർഗൻസിലും, അല്ലെങ്കിൽ ഓരോ പാർട്ടിലും ഉണ്ടാകുന്ന ഡിസീസസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്പെഷ്യലൈസേഷൻ മെത്തേഡുകൾ, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഏരിയാസ് അവരിലുണ്ടായിരിക്കും. അലോപ്പതിയിൽ ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം എഫക്റ്റീവ് ആയിട്ട് ഓരോരോ ഡിസീസസിനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ എപ്പോ നമ്മൾ നോക്കിയാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ചില എക്യുപ്മെന്റ്സുകൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ കേസിൽ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അലോപ്പതിയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഇപ്പൊ ഹോമിയോപ്പതി ആണെങ്കിലും അല്ലെങ്കിൽ ആയുർവേദത്തിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. മോസ്റ്റ്ലി എല്ലാവരും തന്നെ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് ഡിസീസിനെ ക്യൂർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അലോപ്പതിനെ ആയിരിക്കും. നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ എന്നൊക്കെ ചിലർ പറയുന്നു. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി എന്ന് പറയുന്നത് നമ്മളിപ്പം പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ചില എക്യുപ്മെന്റ്സുകളാണ് ഈ പറയുന്ന ഇമേജസിൽ കാണിച്ചേക്കുന്നത്. എല്ലാവർക്കും എന്താണ്, പരിചയമായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സ് ആണ്. കാരണം നമ്മൾ ഡോക്ടറുടെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏത് രോഗത്തിന് പോയാലും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന നമ്മളുടെ ഇൻസ്ട്രുമെന്റ്. ഇത് എന്താണ് സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണിത്? നമ്മളുടെ സ്റ്റെതസ്കോപ്പ് അല്ലെ. ഇതാണ് നമ്മുടെ സ്റ്റെതസ്കോപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്? സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടി. അതിപ്പോ ഏത് രോഗത്തിന് പോയാലും ഡോക്ടർ അത് ചെക്ക് ചെയ്യും അല്ലെ. നമ്മൾ ഇപ്പൊ പനിക്ക് വേണ്ടി പോകും. പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ല, പക്ഷെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സിംറ്റം ആണ് ശരിക്കും പറഞ്ഞാല് പനി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പനി അത് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ പറഞ്ഞ പനി വന്നാലായിക്കോട്ടെ, ചിലപ്പോൾ നടുവേദനയ്ക്ക് വേണ്ടി പോയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഡോക്ടർ ആദ്യം യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളുടെ തെർമോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോ പനിയൊക്കെ വന്നിരിക്കുവാണെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്, നോർമൽ ആണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്നൊക്കെ കണ്ടുപിടിച്ച് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്നത് പറയുന്നത് നമ്മുടെ തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഈ മൂന്നാമത്തെ ഇൻസ്ട്രുമെന്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. കാരണം ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ ഒക്കെ എല്ലാവരുടെയും ടേബിളിൽ എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ മൂന്നാമത്തേത്. അപ്പൊ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് ഇച്ചിരി വലിയ പേരാണ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സ്പിഗ്മോ മാനോമീറ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ BP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്ത് നമ്മുടെ പ്രഷർ ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റുകൾ ഒക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ അലോപ്പതിയിലൊക്കെ പോകുമ്പോൾ, അലോപ്പതി ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ അവർ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റുകളാണ് ഈ പറയുന്ന സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററും സ്പിഗ്മോ മാനോമീറ്ററും ഒക്കെ. അപ്പൊ ബേസിക്കലി ഈ പറയുന്ന നമ്മളുടെ ബോഡി കണ്ടീഷനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 3 ഇൻസ്ട്രുമെന്റുകളും യൂസ് ചെയ്യുന്നത്.
അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആണോ, റെഗുലർ ആയിട്ടാണോ നമ്മളുടെ പമ്പിങ് ഒക്കെ, അതായത് ഇപ്പം സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരുപാട് വളർന്നിരിക്കുന്നു. അതായത് പണ്ട് കാലത്തൊക്കെ ഒരുപാട് ആളുകൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചു പോയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പം നേരത്തെ ചിലപ്പോൾ ചില ഡിസീസുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മരിച്ചു പോയിട്ടുള്ളവരുണ്ട്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ വന്നതുകൊണ്ട് ഒരുപാട് പേര് സ്വന്തം ജീവൻ പോയിട്ടുള്ളവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവനെ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് മോഡേൺ എക്യുപ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തില് നമുക്ക് ചില ഡിസീസുകളെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാനായിട്ട് പറ്റും, ഒരു ചേച്ചിയുടെ തലയിൽ കുറെ കുറെ കേബിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ അറിയാം അതിന്റെ ഒരു വേവ്സ്, അതായത് അതിന്റെ നമ്മളുടെ തലയെ വെച്ചേക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും, അത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ വേവ്സ് ആയിരിക്കും പോകുന്നത്. അപ്പൊ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അതിനെ ഇതിന്റെ റിസൾട്ട് ആര് പറയും, നമ്മളുടെ ഡോക്ടർ പറഞ്ഞു തരും. അപ്പൊ ഈ പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് പറയുന്നത്? ഈ ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാല്, നമ്മളുടെ ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബ്രെയിൻ്റെ പോർഷനിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെഡ് റീജിയണിലായിട്ട് കുറെ നമ്മളുടെ ചെറിയ ചെറിയ കേബിൾസുകൾ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് അത് ഇലക്ട്രിക് വേവ്സ് എന്ത് ചെയ്യും, പാസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന് പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഡിസീസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റ് ആയിട്ടാണോ ഇലക്ട്രിക് വേവ്സ് പോകുന്നത്, ഇനി കൂടുതലുണ്ടോ കുറവുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ആയിട്ടുള്ള ഒരു ചാർട്ട് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, അവര് തമ്മിൽ നോക്കും. നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കണ്ടീഷൻ ഉണ്ടോ, ഇന്ന ആൾക്ക് ഈ കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നോർമൽ ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തില് നമ്മളുടെ ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ്, അത് ബ്രെയിനിലെ അല്ല, നമ്മുടെ ഹാർട്ടിലെ ഇലക്ട്രിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ECG എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നായിരിക്കും നമ്മുടെ ECG എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതാണ് നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് നമ്മളുടെ ഹാർട്ടിന്റെ ആക്ടിവിറ്റി, ഒരു അപ്പച്ചന്റെ നമ്മുടെ ഹാർട്ടിന്റെ ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ ഈ പറയുന്ന ഇമേജിൽ നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ട് മസിൽസിലെ അല്ലെങ്കിൽ ഹാർട്ടിലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാർഡിയാക് ആക്ടിവിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഹാർട്ട് കറക്റ്റ് ആയിട്ടല്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഡയഗ്നൈസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറ്റും. അതുപോലെ നമ്മൾ എപ്പോഴും നമുക്ക് ഈ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കാണാൻ വളരെ ചാൻസ് കുറവുള്ളതാണ്. നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കാനർ ആണ് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാസൗണ്ട് സ്കാനർ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ടൂളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്
അൾട്രാസൗണ്ട് വേവ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ അൾട്രാസൗണ്ട് വേവ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈസി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ പറയുന്ന ചേച്ചിമാരുടെ ഒക്കെ വയറ്റില് എന്താണ് ജെല്ലൊക്കെ തേച്ചിട്ട് എന്ത് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന ഈ ഒരു സ്ക്രീനില് കുട്ടി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ ഈ ഒരു സ്ക്രീൻ നമുക്ക് നോക്കുമ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ വയറ്റില് ചെറിയൊരു പൊടി പോലെ എന്ത് കിടക്കുന്ന കാണാൻ പറ്റും? ഈ പറഞ്ഞ കുഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടി, അതായത് ഇത്തരത്തിലുള്ള ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറ്റും? നമുക്കിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമനെയാണ് നമ്മൾ ഈ പറയുന്ന അൾട്രാസൗണ്ട് സ്കാനർ യൂസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കാനിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ പറയുന്ന ഈ ഒരു ഇമേജിലെ ഈ ഒരു ഗ്രീൻ കളേർഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ പാർട്ടിൽ ഏത് പോർഷൻ ആണോ നമുക്ക് എന്ത് ചെയ്യുന്നത് സ്കാൻ ചെയ്യേണ്ട ആ പോർഷനിലേക്ക് ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. എന്നിട്ടാണ് ഈ പറയുന്ന ഗ്രീൻ കളേർഡ് ടിപ്പ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? പതിയെ 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 ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ആ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ എന്താണ് അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ എല്ലാവരും സിനിമയിലൊക്കെ കുറെ കണ്ടിട്ടുള്ള ഒരു ടൂളാണ് ഈ പറയുന്ന കമ്പ്യൂട്ടേറ്റഡ് ടോപ്പോഗ്രഫി സ്കാനർ എന്ന് പറയുന്നത്. CT സ്കാൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. CT സ്കാൻ ചില കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ആൾക്ക് CT സ്കാൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ CT സ്കാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേറ്റഡ് ടോമോഗ്രഫി സ്കാനർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടേറ്റഡ് ടോമോഗ്രഫി സ്കാനർ എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിന്റെയും ഒരു 3 ഡയമെൻഷണൽ വിഷ്വൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പറയുന്ന CT സ്കാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് കമ്പ്യൂട്ടറിന്റെയും അതുപോലെ തന്നെ എക്സ്റേസിന്റെയും ഒക്കെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇത്തരത്തില് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഈ ഒരു CT സ്കാൻ വഴി കിട്ടുന്നത്? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എക്സ്റേസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് ഈ പറയുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചർ നമുക്ക് എവിടെ കിട്ടുന്നത്? നമ്മുടെ CT സ്കാനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ CT സ്കാൻ പോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുന്ന മറ്റൊരു ടൂളാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും MRI സ്കാൻ. പേര് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് പലർക്കും അറിയാത്തത്, അല്ലെ? അപ്പം ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് CT സ്കാൻ. CT സ്കാൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്തിന്റെ ഹെൽപ്പോട് കൂടി? കമ്പ്യൂട്ടറിന്റെയും അതുപോലെ എക്സ്റേസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് CT സ്കാനിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അതേസമയത്ത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ് MRIയുടെ ഫുൾ ഫോം. എന്താണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ? MRI എന്നതിന്റെ ഫുൾ ഫോം ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന MRIയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ വിഷ്വൽസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ CT സ്കാൻ യൂസ് ചെയ്തും അതുപോലെ തന്നെ MRI യൂസ് ചെയ്താലും നമുക്ക് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് ഒരു 3 ഡയമെൻഷണൽ വിഷ്വൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തില് നമ്മളുടെ ഏതെങ്കിലും ഓർഗൻസിനൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിഫക്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് നോർമലി നമ്മളുടെ മോഡേൺ മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസീസിനെ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ എന്താണ് ഒരാളുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഓൾറെഡി
തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡിസീസ് പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് പറ്റാതെ വന്നത് കൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ലാതെ വന്നത് കൊണ്ട് ഒക്കെ ആയിരുന്നു പലരും എന്ത് ചെയ്തിരുന്നത്, അവരുടെ ലൈഫ് മൊത്തത്തിൽ എന്താണ് സ്റ്റോപ്പ് ആയി പോകുന്നത്, അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്നത്. അപ്പൊ പക്ഷെ ഇന്നത്തെ ഒരു ഇതില് എന്തെങ്കിലും ഒരു 1 or 2% ചാൻസസ് എങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് മാക്സിമം ഇപ്പത്തെ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈഫ് സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കാറ് ഉണ്ട്. അപ്പോ നമുക്ക് ഈ പറയുന്ന മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് പല കാര്യങ്ങളും ഡയഗ്നോസ് ചെയ്യും. അതുകൂടാതെ അവർക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. അതായത് നമ്മളുടെ ലാബിൽ പോയിട്ട് എന്തെങ്കിലും സാമ്പിൾ കൊടുത്ത്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സാമ്പിൾ കൊടുത്തിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസീസസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാൻ പറയും. അപ്പൊ അത്തരത്തിൽ നമ്മൾ പലതരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? നമ്മൾ പലതരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണയായിട്ട് കേട്ടിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ ഏതൊക്കെയാ? മോസ്റ്റ് കോമൺലി നമുക്ക് അറിഞ്ഞിട്ടുള്ളതാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള എന്തുണ്ട്, ലബോറട്ടറി ടെസ്റ്റുകൾ, നമ്മളുടെ പല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് ചില ഡിസീസുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരെണ്ണമാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? നമ്മുടെ ബ്ലഡിന്റെ കൗണ്ട് കറക്റ്റ് ആണോ, അതുപോലെ അതിലെ ഓരോ ബ്ലഡ് സെൽസിനും കൗണ്ടുകളുണ്ട്, അത് കറക്റ്റ് ആണോ, അതുപോലെ നമ്മുടെ എല്ലാ ബ്ലഡിന്റെ എല്ലാ സെൽസുകളും എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിട്ടുണ്ടോ, എന്തിന്റെങ്കിലും കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച്, ഇപ്പൊ കൂടുതലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും, കുറവുണ്ടെങ്കിൽ അത് വേറൊരു കണ്ടീഷനാവും. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അതോ നമ്മൾ നോർമൽ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ്, നമ്മൾ യൂറിൻ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, അല്ലെ? യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ നോർമൽ ആണോ, അതായത് അതുപോലെ തന്നെ ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പല പല കോമ്പണൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതലോ കുറവോ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ യൂറിയയുടെ എമൗണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, എമൗണ്ട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഷുഗറിന്റെ പ്രസൻസ് യൂറിനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ പല പല കണ്ടീഷൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പ്രോപ്പർ ആയിട്ട് കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നി പ്രോപ്പർ ആയിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ടെസ്റ്റ് ആണ് കഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എന്താണ്, കഫം ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ശരിക്കും എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കഫം നമ്മൾ ചുമയ്ക്കുമ്പോൾ നമ്മളുടെ കഫത്തില് എന്തെങ്കിലും ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും പ്രസന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് കഫ് ടെസ്റ്റിന് എന്ത് ചെയ്യും, ഡോക്ടർ എന്ത് പറയും, കൺസൾട്ട് ചെയ്യുമ്പോൾ പറയും നിങ്ങൾ കഫ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഫ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കഫില് റെഡ് ബ്ലഡ് സെൽസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം പോലുള്ള ഒരു രോഗത്തിനൊക്കെ എന്താണ്, ഈ ക്ഷയം ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസ് നമ്മുടെ കഫിൽ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കഫത്തിൽ പ്രസന്റ് ആണെങ്കിൽ ഈ പറയുന്ന ട്യൂബർക്കുലോസിസ് പോലുള്ള ഡിസീസസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കഫ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെയുള്ളതാണ് നമ്മുടെ ഫീക്കസിന്റെ ടെസ്റ്റ്. അപ്പോ നമ്മളിങ്ങനെ ഫീക്കസ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ലിവർ ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അതുപോലെ നമ്മുടെ ഡൈജഷൻ പ്രോസസ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മുടെ ഈ പറയുന്ന ഫീക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫീസസിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വേസ്റ്റ് ആണത്. അപ്പൊ ആ വേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് വഴി എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തില് നമ്മുടെ അബ്ഡോമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റ് ആണ് ഫീക്കസിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ലബോറട്ടറിയിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസിനെ ഡിറ്റക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്താണ്, താമസിച്ച് നമ്മൾ ചികിത്സിക്കാതിരിക്കുന്നതിലും നല്ലതാണ് എന്തെന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് എന്താവുന്നത്, ക്യൂർ ചെയ്യുന്നത്, അല്ലെ? അപ്പം
അങ്ങനെ ക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യുക. അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക. കാരണം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് എപ്പോഴും വലുത്, അല്ലെ? നമ്മളിങ്ങനെ ഓരോരോ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസീസുകൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് പലതരത്തിലുള്ള ഗുളികകളും കാര്യങ്ങളൊക്കെ തരും, അല്ലെ? മെഡിസിൻസ് അവരെന്ത് ചെയ്യും, പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന മെഡിസിൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ തരും. അപ്പൊ ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ തന്നെ ചിലപ്പം നമ്മൾ എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് അലോപ്പതിയുടെ കേസിൽ കൂടുതലായിട്ടും കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കും ഈ പറയുന്ന എന്തിൽ കൂടുതലായിട്ടുള്ളത്, അലോപ്പതിയിൽ യൂസ് ചെയ്യുന്ന മെഡിസിൻസിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോമൺലി നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പം നമുക്കിപ്പോ പനി പിടിച്ചു. അപ്പൊ പനി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടറിനെ പോയി കാണുമ്പോൾ നോർമലി നമുക്ക് ഡോക്ടർ തരുന്ന കുറെ മരുന്നുകളുണ്ട്. അപ്പൊ അതിനകത്ത് കുറെ മരുന്നുകളിൽ ഒന്നാണ് നമുക്ക് പാരസെറ്റാമോൾ തരും, അതുപോലെ കുറെ സിട്രസിൻ പോലത്തെ കുറെ മരുന്നുകൾ തരും, അതുകൂടാതെ ചില ആന്റിബയോട്ടിക്സുകളും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമുക്ക് തരും. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, എന്താണ് ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു പതോജൻ എൻട്രി ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റേസ് ചെയ്ത് നമുക്ക് പനിയും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ത്രോട്ടിലെ ഇൻഫെക്ഷൻ വരും. അതിന് കാരണം എന്തായിരിക്കും? ഈ പറയുന്ന പോലെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് കൊണ്ടായിരിക്കും നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടേഴ്സ് കോമൺലി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ള ഒരു മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? എന്തായിരിക്കും ഈ ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെഡിസിൻസിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആന്റിബയോട്ടിക്സ്? അതായത് മെഡിസിൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗി. അതായത് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെഡിസിൻസിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? മോസ്റ്റ് കോമൺലി എന്താണ്? ബാക്ടീരിയൽ ഡിസീസുകൾ അല്ലെങ്കിൽ ബാക്ടീരിയൽ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും കോമൺലി നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വൈറൽ ഡിസീസിന് പകരമായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പകരം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്സ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, നമുക്ക് അസുഖം വന്നു, ഇപ്പൊ ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതായത് 1928 ആക്സിഡന്റൽ ആയിട്ടാണ് അദ്ദേഹം ഒരു കാര്യം ഒബ്സർവ് ചെയ്തത്. അതായത് ഒരു ഫംഗസ് വളരുന്ന ഒരു ഇനോക്കുലം ഉണ്ടായിരുന്നു. അതില് ആര് വളരത്തില്ല, ബാക്ടീരിയനെ അത് ഡിസ്ട്രോയ് ചെയ്യുവാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയുന്ന ഫംഗസ് എന്തിനാണ്, ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു ഫംഗസ് ആണ് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് അദ്ദേഹം ഒരു ആന്റിബയോട്ടിക്സ് എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അതിനെയാണ് പെനിസിലിൻ എന്ന് പറയുന്നത്. അതൊരു ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഒരു ആന്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തത് നമ്മളുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അതും ആക്സിഡന്റൽ ആയിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഒരു പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്കിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സുകൾ എന്ത് ചെയ്തു, പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സുകൾ ഇപ്പം നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സിൽ ഒരുപാട്, നമ്മുടെ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് തോന്നുന്നു, അപ്പൊ തന്നെ നമ്മൾ കുറെ ആന്റിബയോട്ടിക്സ് എടുത്ത് കഴിച്ചു. അതായത് സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അതായത് ഇപ്പൊ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ മതി. അത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്
ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകൾ എന്ത് ചെയ്യും, ഡോക്ടേഴ്സിനൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ പതിയെ പതിയെ കഴിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഒരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഒരുപാട് ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതും അല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകൾ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ബോഡിയിൽ എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകളെല്ലാം ഏത് കണ്ടീഷൻ വന്നാലും നമ്മൾ കുറെ ആന്റിബയോട്ടിക്സുകൾ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ കുറെ എന്താണ് ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിയുമ്പോൾ ഈ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പതോജൻ ഇതിന് എന്താകും, റെസിസ്റ്റ് ചെയ്യും അല്ലെ. നമ്മളിപ്പോ കുറെ നേരം നമ്മൾ ഒരാളെ ഒരു പ്രാവശ്യം തല്ലി, 2 പ്രാവശ്യം തല്ലി, 3 പ്രാവശ്യം തല്ലി, 3 പ്രാവശ്യം തല്ലി കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ പെയിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെ. പിന്നീട് എന്ത് സംഭവിക്കും, പിന്നെ 4, 5, 6 തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ കാര്യം. അതായത് ആന്റിബയോട്ടിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ പതോജൻസിന് ഈ പറയുന്ന ആന്റിബയോട്ടിക്സിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ എന്താണ്, ഈ പറയുന്ന അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യാതെ വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെയാവുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടർ പറയുന്ന ക്വാണ്ടിറ്റിയിലല്ലാതെ ഒരു കാരണവശാലും ആന്റിബയോട്ടിക്സ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ നമ്മൾ ഈ പറയുന്ന ഓവറായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളുടെ ബോഡിയിൽ നമുക്ക് വേണ്ട കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. നമ്മുടെ ബോഡിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കൂടി ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ആന്റിബയോട്ടിക് കാരണമാകും. അതുകൊണ്ട് വെറുതെ എന്താണ്, മര്യാദയ്ക്ക് നിൽക്കുന്നവരെ വർക്ക് ചെയ്യിപ്പിക്കാതെ എന്ത് സംഭവിക്കും, അതിനെയും കൂടി ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുകൊണ്ട് ആന്റിബയോട്ടിക്സുകൾ എന്താണ്, ഒരു പരിധി, അതായത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി എത്രയാണോ അവർ ക്വാണ്ടിറ്റി പറയുന്നത്, അതായത് ഓരോന്നിനും ഓരോ ഡോസും അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചില വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. ഈ വിറ്റാമിൻസിന്റെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും ഈ പറയുന്ന ആന്റിബയോട്ടിക്സിന്റെ ഓവർ കൺസപ്ഷൻ കാരണമാകും, അതായത് റെഡ്യൂസ് ചെയ്യാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും നമ്മളുടെ ഇഷ്ടത്തിന് ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പറയുന്ന ആന്റിബയോട്ടിക്സുകളെല്ലാം എടുത്ത് കഴിക്കുന്ന പരിപാടി നിർത്തിക്കോണം. കാരണം ഇതിനെന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഏത് ഡിസീസ് വന്നാലും ഒരേ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒന്നാമതേ കാര്യമില്ല. അതുമല്ല, നമ്മൾ നോക്കുമ്പോൾ എല്ലാം ആന്റിബയോട്ടിക് അല്ലേ എന്ന് പറഞ്ഞെടുത്ത് കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർ പറയുന്ന ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ഉണ്ട്, ആ ഒരു കോഴ്സ് പീരീഡ് കഴിയുന്നത് വരെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആന്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്യാവുള്ളൂ. കാരണം അത് നമ്മളുടെ ആരോഗ്യത്തിന് തന്നെ എന്തായിരിക്കും, പിന്നീട് അത് പ്രശ്നമായിട്ട് മാറും. ആന്റിബയോട്ടിക്സ് എന്താണെന്നും അതിന്റെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം എന്താണ്, ഇപ്പോൾ പെട്ടെന്നൊരു അപകടം ഉണ്ടാകും, അതായത് പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ തല ചുറ്റി വീഴും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് കണ്ടീഷൻ നമുക്ക് അറിയത്തില്ല, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എടുക്കുന്ന ഒരു സമയം കൊടുക്കും അല്ലെ, നമുക്കറിയാം സമയം ഒരുപാട് എടുക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വലുതാണ്. അപ്പൊ നമ്മുടെ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്, ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ടൂൾ കിറ്റ് കാണും. അതുപോലെ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ക്യാമ്പോ കാര്യങ്ങളോ ഒക്കെ പോവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എപ്പോഴും കരുതി വെക്കുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ് അല്ലെ, എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്? ശരിക്കും ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, എന്താണ്, നമ്മളുടെ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്നതിന് മുമ്പ് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ശരിക്കും എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് എല്ലാ രോഗങ്ങൾക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എല്ലാ കണ്ടീഷൻസിനും ഒരേ ഫസ്റ്റ് എയ്ഡ് ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയാമെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുള്ളൂ. കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അറിയാതെ ഒരു കാര്യം ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരിക്കേണ്ട ജീവൻ നമ്മളായിട്ട് കൊണ്ടുപോയി കളയുന്നത്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത്, ചെയ്യാനായിട്ട് പോകരുത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
പെട്ടെന്ന് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാകും എന്ന് വെക്കുക. അപ്പൊ ആ ഒരു വ്യക്തി ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് കാരണം അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി കാരണം സഫർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ അസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ്ലി അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ആളുടെ ജീവൻ രക്ഷിക്കുക. രണ്ടാമത് എന്താണ്, ആ ഒരു കണ്ടീഷൻ വീണ്ടും മോശമാകാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. ഇത് രണ്ടുമാണ് ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം മെഡിക്കൽ ഹെൽപ്പ് വരുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ചില അസിസ്റ്റൻസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ ഡെഫിനിഷൻ പോലെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ, first aid is the first and most immediate assistance given to anyone suffering from a minor or serious disease or injury with the aim to saving life, preventing the condition from getting worse or promoting recovery until medical help arrives. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഉള്ളൂ. എന്താണ്, നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വരുന്നതിന് മുൻപ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പം കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ചെയ്തും കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഫസ്റ്റ് എയ്ഡ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വീണ്ടും അയാളുടെ കണ്ടീഷൻ മോശമാക്കരുത്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാവുള്ളൂ. കാരണം വെറുതെ ഒരു ലൈഫ് കളയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ എന്താണ്, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് ഇത്. എല്ലാവരും കണ്ടിട്ടുള്ള ഒന്നാണ് അല്ലെ. ഇതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ഫെയിന്റ് ചെയ്ത് വീഴും. ചിലപ്പോൾ അത് എന്താണ്, ഹാർട്ട് അറ്റാക്കിന്റെ ഒരു സ്റ്റാർട്ടിങ്ങോ ഒക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഫെയിന്റ് ചെയ്ത് വീഴുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാർട്ട് ബീറ്റ് റെഗുലർ ആയിട്ട് നമുക്ക് തോന്നില്ല, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, റെസ്പിറേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇതിനെ ഒരു വേറൊരു രീതിയിലാണ് കണ്ടേക്കുന്നത്. പക്ഷെ എന്താണ്, ശരിക്കും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രഷർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇമേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്താണ്, ഒരാള് അദ്ദേഹത്തിന്റെ ഹാൻഡ്സ് യൂസ് ചെയ്ത്, രണ്ട് ഹാൻഡ്സും യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്, നമ്മളുടെ ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, പ്രസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു 30ഓളം എന്ത് ചെയ്യുന്നത്, ചെസ്റ്റ് കംപ്രഷൻ എന്നാണ് ഇവർ പറയുന്നത്. ഒരു 30ഓളം ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ കൊടുക്കും. അതിനുശേഷം 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുക്കും. അപ്പം 1ഓ 2ഓ ബ്രീത്തിങ് നമ്മൾ അവർക്ക് ശക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്തിങ്ങും കൊടുക്കും. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ആൾക്ക് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ബ്രീത്തിങ്ങും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റും നോർമൽ ആയി എന്ന് തോന്നുന്ന ആ സമയം വരെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നോർമലി ഉള്ള ഒരു ചെറിയൊരു പ്രഷറിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പ്രഷറിൽ എന്ത് ചെയ്യണം, പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഹാർട്ടില് എന്ത് ചെയ്ത് നമ്മുടെ ആ ഒരു പ്രഷർ അവിടെ ചെന്ന് ആക്റ്റീവായി വർക്ക് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഇതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് മൈനർ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ടിന്റെ ആക്ടിവിറ്റി ഒക്കെ സ്റ്റോപ്പ് ആകുന്ന ഒരു സമയം വരും. ആ സ്റ്റോപ്പ് ആയി എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും നമുക്കറിയാം, നമ്മള് ഇപ്പൊ അവധിക്കാലം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വന്നു. ഇപ്പൊ കൂടുതലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം, എല്ലാരും കൈയും കാലും ഒക്കെ ഒടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നേക്കുന്നത് അല്ലെ. എല്ലാരും കൈയും കാലും ഒക്കെ ഒടിച്ചിട്ട് വരും. അപ്പൊ ഇങ്ങനെ നമ്മുടെ കൈയോ കാലോ ഒക്കെ ഫ്രാക്ചർ ആവുന്ന സമയത്ത് നമ്മൾ സത്യത്തില് എന്ത് ചെയ്യുക, നമ്മൾ കൈയും കാലും പിന്നീടിട്ട് അനക്കാനോ തിരിക്കാനോ ഒന്നും പോവരുത്. ശരിക്കും അതിന് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക,
പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒടിവോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ആം സപ്പോർട്ടിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിപ്പിക്കാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിൽ സ്റ്റേബിൾ ആയിട്ട് നിർത്തുക. അതാണ് ഈ ഒരു നമ്മൾ കൈയൊക്കെ ഒടിയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ ഈ ഒരു ഇമേജിൽ കാണിക്കുന്ന പോലെ നമ്മളൊരു തുണിയോ എന്തെങ്കിലും ഒരു യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്ലിംഗ് പോലെ, അതായത് ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് എന്താണ് നമ്മൾ ആ ഒരു കൈയിനെ എന്ത് ചെയ്യുക, ഒരു സ്റ്റേബിൾ പൊസിഷനിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കുക. ഇതാണ് കൈയൊക്കെ ഒടിയുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ്, എന്താണ് ഫുഡ് തൊണ്ടയിൽ കുടുങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കോയിൻസ് തൊണ്ടയിൽ കുടുങ്ങി, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്താണ് ത്രോട്ടിൽ എന്ത് ചെയ്തു, ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതരത്തില് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ന്യൂസസ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയത്തില്ല എന്ത് ചെയ്താലാണ് ഈ ഒരു ഫുഡിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ട്രക്കയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താണ്, നമ്മളുടെ ആരുടെയാണോ അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിർത്തിയിട്ട് ബാക്കിൽ നമ്മൾ 5 പ്രാവശ്യം എന്ത് ചെയ്യുക, കൊട്ടി കൊടുക്കുക. അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു 5 പ്രാവശ്യം നമ്മൾ ബാക്ക് ബ്ലോസ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ അബ്ഡോമിനൽ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമേജിൽ കാണുന്ന പോലെ അബ്ഡോമിനൽ തേഴ്സ്റ്റ് കൊടുക്കുക. അതായത് ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ 5 പ്രാവശ്യം അബ്ഡോമിനൽ തേഴ്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആ ഒരു ത്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ ട്രക്കയിൽ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പൊ ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ചിലപ്പം ഇത് പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഈ ഒരു സംഭവം എന്ത് ചെയ്യാം, എപ്പോഴാണ് ഒബ്ജക്റ്റ് പുറത്തേക്ക് വരുന്നത് അതുവരെ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സൈക്കിളിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 5 ബാക്ക് ബ്ലോസും അതുപോലെ തന്നെ 5 അബ്ഡോമിനൽ ത്രസ്റ്റും കൊടുത്ത് എന്ത് ചെയ്യുക, എപ്പോഴാണോ ഈ പറയുന്ന ഒബ്ജക്റ്റ് പുറത്തേക്ക് വരുന്നത് അതുവരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കേസിലാണെങ്കിലും ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ച് എന്ത് ചെയ്യുക, ത്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെറിയ കംപ്രഷൻസ് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു അബ്ഡോമിനൽ റീജിയനിൽ ചെറിയ കംപ്രഷൻസ് കൊടുത്ത് ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്മളുടെ എന്തെങ്കിലും ട്രക്കിയ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നമുക്ക് ഈ ഒരു കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്. ഇത് കൂടാതെ നമുക്ക് പല കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാൻ പറ്റും. അതും നമുക്ക് ചുമ്മാതെ പോകുന്ന ഒരാൾക്കൊന്നും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പോവുള്ളൂ, ഫസ്റ്റ് എയ്ഡിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് വീണ്ടും മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, നമുക്ക് അറിയാമെങ്കിൽ മാത്രം ആ പണിക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു അപകടമൊക്കെ നടന്ന് ഒരാളിൽ നിന്നും ഒരുപാട് ബ്ലഡ് ഒക്കെ എന്ത് ചെയ്തു, ലോസ് ആയി പോയി. ഹോസ്പിറ്റലിൽ എത്തിച്ചഴിയുമ്പോൾ അവർ പറയാണ് നമുക്ക് വേറൊരാളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട വരും, ബ്ലഡ് വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വേറൊരാളെ നമുക്ക് എന്ത് ചെയ്യണം, അയാളുടെ ബ്ലഡിന് ചേർന്ന ഒരു ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തേ പറ്റത്തുള്ളൂ, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത്തരത്തില് നമ്മളിങ്ങനെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരാളുടെ ബ്ലഡ് അടുത്ത ആളിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് സാധാരണ കോമൺലി നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ നടന്ന് ഒരാളുടെ ബോഡിയിൽ നിന്നും ഒരുപാട് ബ്ലഡ് ലോസ് ആവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനിലും, അതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ന്യൂസ് അല്ല, നമുക്ക് നോട്ടിഫിക്കേഷൻസ് പോലെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്നയാൾക്ക് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം, ഇന്നയാൾക്ക്
ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്ന ആൾക്ക് ഇന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്ത് നമ്മൾ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരുതിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുകയാണ്, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ മരിക്കാറായ ആൾക്കാർ വരെയുള്ള എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ, നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾക്ക് 15 വയസ്സ് അല്ലെ 16 വയസ്സുള്ള പിള്ളേരാണ്. നോർമലി നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 18 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് സാധാരണയായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതായത് 18 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഡൊണേഷൻ സാധാരണയായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമോ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇപ്പൊ നമുക്ക് ഒരു ബ്ലഡ് നമ്മൾ കൊടുത്തു, അത് അയാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല നമ്മളുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കുന്നുണ്ട്, ബ്ലഡിന്റെ ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ വേറൊരാളിലേക്ക് നമുക്ക് ബ്ലഡ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഇല്ല. ഇവിടെ ഒരു പോയിന്റ് റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഇത് വേണ്ട. അപ്പം എന്താണ്, 18 തൊട്ട് 60 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആളുകളിൽ, കുട്ടികളല്ല ആ ഏജിലുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതിന് താഴേക്കുള്ള ആളുകളും അതിന് മേലേക്കുള്ള ആളുകളും സാധാരണയായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഈ ഒരു ഏജിലായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാ സംഭവങ്ങളും എന്താണ് ഓക്കെ ആവുന്ന ഒരു സമയം ഈ ഒരു ഏജിലായിരിക്കും. അപ്പം ആ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഏജിന് മുമ്പുള്ള ആൾക്കാരിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ബ്ലഡ് ഡൊണേഷൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, 18 തൊട്ട് 60 വയസ്സ് വരെയുള്ള ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. പലരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം, ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്റെ ബ്ലഡിന്റെ എമൗണ്ട് കുറഞ്ഞു പോവല്ലേ എന്ന് ഓർത്തിട്ടായിരിക്കും ഒരുപാട് പേരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്തത്. പക്ഷെ അങ്ങനെ ഒരു കാര്യം തെറ്റാണ്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, കുറഞ്ഞൊന്നും പോകാൻ പോകുന്നില്ല കേട്ടോ. അപ്പം എന്താണ്, അത് നമുക്കിപ്പോ പോയി എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ബ്ലഡ് സെൽസ് ഒക്കെ ഫോം ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും എന്ത് സംഭവിക്കും, പതിയെ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോഴായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു ബ്ലഡ് ഡൊണേഷൻ ഞാൻ ഇന്ന് ചെയ്തെങ്കിൽ ഇത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഞാൻ അടുത്ത ഒരു ബ്ലഡ് ഡൊണേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തുള്ളൂ. കാരണം എന്താണ്, ഈ പറഞ്ഞ ബ്ലഡ് സെൽസ് ഒക്കെ ഫോം ചെയ്ത് വരണം അല്ലെ, അല്ലെങ്കിൽ അത് മെച്യൂർ ആയിട്ട് വരണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡി വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, 3 മാസത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 3 മാസത്തിൽ ഒരിക്കലും, എല്ലാ മാസവും പോയി ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ ആർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം നമ്മളുടെ അമ്മമാരൊക്കെ പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന് പാടില്ല. അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് സാധാരണയായിട്ട് ഡൊണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്, ഓൾറെഡി അവരുടെ ബോഡിയിലെ ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഫീറ്റസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അഡീഷണലി വീണ്ടും അവരുടെ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്താണ്, നോർമലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ നിന്നും അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് എടുക്കാറില്ല. അതുപോലെ തന്നെ അവർക്കിപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പകരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, അതായത് ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി വേറൊരാളിലേക്ക് പകരുന്ന ഡിസീസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറില്ല. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം ഉള്ള ബ്ലഡ് വെച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്താൽ തന്നെ സംഭവിക്കും, ആ ആൾക്കൂടെ അസുഖം വരും അല്ലെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അസുഖമുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ഒരാളിൽ നിന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യാറില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അയാൾക്ക് അടുത്തയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഓക്കെ, അപ്പം
ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? 18ഉം 60നും വയസ്സിലുള്ള ആൾക്കാരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഡോണേഴ്സിന്റെ ഹെൽത്തിന് ഒരു കാരണവശാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെ എന്താണ്, ഫീഡിങ് മദേഴ്സും പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, ഡൊണേറ്റ് ചെയ്യാറില്ല ബ്ലഡ്. പിന്നെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളും എന്ത് ചെയ്യത്തില്ല, അവരെയും ഡൊണേറ്റ് ചെയ്യാനായിട്ട് നോർമലി എന്ത് ചെയ്യാറില്ല, സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും, ആർക്കും ആരുടെയും ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുമോ? ആണോ? എല്ലാവർക്കും എല്ലാവരുടെയും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന്, ഇപ്പം എന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്, എന്റെ O പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകാരന് എല്ലാവരുടെയും കയ്യിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ B പോസിറ്റീവ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകാരൻ, ആ B പോസിറ്റീവ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകാരനെ ആരിൽ നിന്നുമൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ഒന്നും, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരിൽ നിന്നും ഒന്നും ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളതെന്ന് നമ്മൾ നോക്കാം. അതായത് എന്തുകൊണ്ടായിരിക്കും എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റാത്തത്? അപ്പം നമ്മൾ പരസ്യത്തിലൊക്കെ, അല്ലെങ്കിൽ പരസ്യമൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, O പോസിറ്റീവ് ഉള്ള ആളുകൾക്ക് ബ്ലഡ് വേണം, അതുപോലെ AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരന് ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ ഓർക്കും, ആർക്ക് വേണേലും ബ്ലഡ് കൊടുക്കാമെങ്കിൽ എനിക്ക് കൊടുക്കാലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാനോ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാനോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് നമ്മൾ കോമൺ ആയിട്ട് കരുതുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും, അതുപോലെ തന്നെ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, നമ്മൾ ഹെൽത്തി ആണോ എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോവാറുള്ളൂ. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് ഡോണറിന്റെയും അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന ആൾക്കും എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്ലഡിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, നമ്മുടെ മെഡിക്കൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ മേജർ ആയിട്ടുള്ള ഒരു ബേസിസ് എന്ന് പറയുന്നത്, ഇപ്പൊ എങ്ങനെയാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ബ്ലഡില് പലതരത്തിലുള്ള സെൽസ് ഉണ്ട്. അപ്പൊ അതിലൊരു സെല്ലാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ ബ്ലഡ് സെൽസിൽ നമുക്ക് നോർമലി കാണപ്പെടുന്ന ഒരു ബ്ലഡ് സെല്ലാണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിന്റെ നമ്മുടെ സർഫസിലായിട്ട് ചില ആന്റിജൻസ് പ്രസന്റ് ആയിരിക്കും. ഈ പറയുന്ന ആന്റിജൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾക്ക് എന്തിനെ കാരണമാകുന്നത്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്മയിലും, ബ്ലഡിന്റെ മറ്റൊരു കോമ്പണന്റ് ആണ് ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിലും എന്തുണ്ട്, ചില ആന്റിബോഡീസ് പ്രസന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ആന്റിബോഡീസിന്റെയും, അതായത് പ്ലാസ്മയിൽ പ്രസന്റ് ആയിരിക്കുന്ന ആന്റിബോഡീസിനെയും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന ചില ആന്റിജൻസിനെയും ഒക്കെ പ്രസൻസിനെയും ആബ്സെൻസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അതുപോലെ തന്നെ ആർക്കൊക്കെ എവരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ബ്ലഡ് ഗ്രൂപ്പും ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാരിൽ കാണപ്പെടുന്ന ആന്റിജൻസും ആന്റിബോഡീസും ഏതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് A ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിന് അയാളുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജൻ എന്ന് പറയുന്നത് A ആന്റിജൻ ആയിരിക്കും. അതായത് ഏത് ആന്റിജൻ ആണോ റെഡ് ബ്ലഡ് സെല്ലിൽ കാണപ്പെടുന്നത് ആ ആന്റിജന്റെ പേരായിരിക്കും ബ്ലഡ് ഗ്രൂപ്പിന് വരുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് A ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഇൻഡിവിജ്വലിന്റെ റെഡ് ബ്ലഡ് സെല്ലിന്റെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? A ആയിരിക്കും. ഓക്കെ. അതേ സമയത്ത് ആന്റിബോഡീസ്, നമ്മുടെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ആന്റിബോഡീസ് എന്ന് പറയുന്നത് ആന്റി-B ആയിരിക്കും. ഓക്കെ, ആന്റി-B അല്ലെങ്കിൽ B ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ B ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ കാണപ്പെടുന്ന ആന്റിജൻസ് എന്ന് പറയുന്നത് എന്താണ്? B ആയിരിക്കും. ആന്റിബോഡീസ് ഏതായിരിക്കും? A ആയിരിക്കും. അതുപോലെ നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ആന്റിജൻസും പ്രസന്റ് ആയിരിക്കും. അതായത് ആന്റിജൻ Aയും പ്രസന്റ് ആയിരിക്കും, ആന്റിജൻ Bയും പ്രസന്റ് ആയിരിക്കും. പക്ഷെ അവരിൽ എന്തുണ്ടായിരിക്കത്തില്ല? ആന്റിബോഡീസ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ആന്റിബോഡീസ് ആബ്സെന്റ് ആയിരിക്കും.
അതേ സമയത്ത് O ബ്ലഡ് ഗ്രൂപ്പിൽ നോക്കുവാണെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ റെഡ് ബ്ലഡ് സെൽസിന്റെ സർഫസിൽ ആന്റിജൻസ് ഒന്നും തന്നെ പ്രസന്റ് ആയിരിക്കത്തില്ല. എന്താണ്? ആന്റിജൻസ് ഒന്നും തന്നെ പ്രസന്റ് ആയിരിക്കത്തില്ല. പക്ഷെ അവരിൽ എന്തുണ്ട്? A and B ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. പ്ലാസ്മയിൽ എന്തുണ്ടായിരിക്കും? എയും ബിയും ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് എങ്ങനെയാണോ അല്ലെങ്കിൽ ആന്റിജൻസ് ഏതാണോ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ പ്രസന്റ് ആയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ആന്റിജൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടേത് ബി ആയിരിക്കും. എ ബി ഉള്ള ആൾക്ക് എയും ബിയും ആന്റിജൻസ് ഉണ്ടായിരിക്കും. എന്നാൽ O ഗ്രൂപ്പുകാരന് എന്തുണ്ടായിരിക്കത്തില്ല? അവരുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ സർഫസിൽ ആരുണ്ടായിരിക്കത്തില്ല? ആന്റിജൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്മുടെ O ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ കേസിൽ ആന്റിജൻസ് ഒന്നും തന്നെ സർഫസിൽ പ്രസന്റ് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണേലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, O ബ്ലഡ് ഗ്രൂപ്പുകാരനെ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? അവരുടെ സർഫസിൽ എന്താണ്? പ്രത്യേകിച്ച് ആന്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മൾ O ബ്ലഡ് ഗ്രൂപ്പിനെ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ AB ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ രണ്ട് ആന്റിജൻസും പ്രസന്റ് ആണ്. A ആന്റിജനും പ്രസന്റ് ആണ്, B ആന്റിജനും പ്രസന്റ് ആണ്. പക്ഷെ ആന്റിബോഡീസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ O ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്നും AB ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കും, നിങ്ങൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പിന് മേളിലായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ് ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ പറഞ്ഞ AB O എന്നൊന്നും അല്ല അതിനകത്ത് എഴുതിയേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഓർക്കും, ഈ പറയുന്ന കേസിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ എന്താണ്? A ആണോ B ആണോ ആന്റിജൻ പ്രസന്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അത് ആബ്സെന്റ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് കൂടാതെ ബ്ലഡ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫാക്ടർ കൂടി ഉണ്ട്. ആ ഫാക്ടറിനെ പറയുന്ന പേരാണ് RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ D ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന A അല്ലെങ്കിൽ B ആന്റിജൻ കൂടാതെ നമ്മളുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന മറ്റൊരു ആന്റിജൻ ആണ് RH ഫാക്ടർ അല്ലെങ്കിൽ D ഫാക്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന D ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ ഒരു ഇൻഡിവിജ്വലിന്റെ റെഡ് ബ്ലഡ് സെൽസിന്റെ സർഫസിൽ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അതേസമയത്ത് അതില്ല എങ്കിൽ അയാൾ എന്തായിരിക്കും? നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായി പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് മനസ്സിലായല്ലോ. RH ഫാക്ടർ എന്ന് പറയുന്ന ഒരു ആന്റിജൻ കൂടി റെഡ് ബ്ലഡ് സെൽസിലുണ്ട്. അത് പ്രസന്റ് ആണ് ഒരു ഇൻഡിവിജ്വലിലെങ്കിൽ അയാൾ പോസിറ്റീവ് ആയിരിക്കും. അതേസമയത്ത് അത് ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആളെന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളോടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരാളിന് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താണ്? സപ്പോസ് ഇനി ഇപ്പം എന്തെങ്കിലും തെറ്റ് പറ്റി, എന്താണ് ഇപ്പം B പോസിറ്റീവ് ബ്ലഡ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫൈനൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ ഒരു ഡെത്തിലേക്ക് തന്നെ ലീഡ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പൊ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് നമ്മളിപ്പം B ബ്ലഡ് ഗ്രൂപ്പുകാരനാണ് ബ്ലഡ് വേണ്ടിയിരുന്നത്, ഡൊണേറ്റ് ചെയ്ത ആള് A ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വെച്ചു. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഈ പറയുന്ന B ബ്ലഡ് ഗ്രൂപ്പുകാരൻ, അതായത് നമ്മുടെ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് B ബ്ലഡ് ഗ്രൂപ്പുകാരനാണ്. അപ്പം ആളുടെ ബോഡിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അയാളുടെ റെഡ് ബ്ലഡ് സെല്ലിന്റെ സർഫസിൽ കാണപ്പെടുന്ന ആന്റിജൻ ഏതാണ്? B ബ്ലഡ് ഗ്രൂപ്പുകാരനാണെങ്കിൽ അയാളുടെ ആന്റിജൻ ഏതായിരിക്കും? B ആന്റിജൻ ആയിരിക്കും കാണപ്പെടുന്നത്. അതേസമയത്ത് ആന്റിബോഡി ഏതായിരിക്കും? A ആന്റിബോഡി ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഈ പറയുന്ന B ആന്റിജൻസ് എപ്പോഴും B ആന്റിജൻസിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അതേസമയം നമ്മൾ ഒരു A ബ്ലഡ് ഗ്രൂപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം A ബ്ലഡ് ഗ്രൂപ്പുകാരുടെ സർഫസിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും? ആന്റിജൻ A ആയിരിക്കും അല്ലെ? അപ്പൊ ഈ പറയുന്ന A ബ്ലഡ് ഗ്രൂപ്പുകാരൻ B ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന B ബ്ലഡ് ഗ്രൂപ്പ് എന്താ കാണുന്നത്? ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വന്നു അല്ലെങ്കിൽ ഒരു
എന്തോ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിലായിരിക്കും ആര് നിൽക്കുന്നത്, നമ്മുടെ ബി ബ്ലഡ് ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അതൊരു ഡിഫൻസ് മെക്കാനിസം സ്റ്റിമുലേറ്റ് ചെയ്യുകയും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഇതിന് എഗനിസ്റ്റ് ആയിട്ട് ആന്റിബോഡീസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന ആന്റിബോഡീസ് എന്ത് ചെയ്യും, നമ്മുടെ എയിനെ അറ്റാക്ക് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഫൈനലി എന്ത് സംഭവിക്കും, ചിലപ്പോ ആ പറയുന്ന ആള് മരിച്ചു പോകാൻ തന്നെ ചാൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാവും അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കംപ്ലീറ്റ്ലി നമ്മളിപ്പം എന്താണ്, ചേരില്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരാളിൽ നിന്ന് റിസീവ് ചെയ്യാണ്. അങ്ങനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസ് അതിനെ എന്തായിട്ട് കാണും, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പതോജൻ ആയിട്ടൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഉറപ്പായിട്ട് നമ്മളുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം അനുസരിച്ച് അതിനെ എന്ത് ചെയ്യും, ഡിഫൻസ് മെക്കാനിസം സ്റ്റിമുലേറ്റ് ആയി നമ്മളുടെ അൺമാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ത് സംഭവിക്കും, ആള് പയ്യെ അതിനെതിരെയുള്ള അൺമാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിനെതിരെയുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ആന്റിബോഡീസും ആന്റിജനും കൂടെ കൂടി ചേർന്നിട്ട് തമ്മില് എന്ത് സംഭവിക്കും, റിയാക്ട് ചെയ്ത് ബ്ലഡ് പതിയെ എന്ത് ചെയ്യാം, ക്ലോട്ട് ആവാൻ തുടങ്ങും. ഇങ്ങനെ ക്ലോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിലെ എല്ലാ ട്രാൻസ്ഫറും നടത്തുന്ന ഒന്നാണ് നമ്മുടെ ബ്ലഡ്. പക്ഷേ ഈ ക്ലോട്ടിങ് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കും, ഈ പറഞ്ഞ പ്രോസസ്സുകൾ ഒന്നും നടക്കാതെ വരികയും ഫൈനലി അത് ഡെത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, നമ്മുടെ ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയില്ലേ, എല്ലാവരിലേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു കാരണവശാലും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായിക്കോണം. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫർ നടത്തുന്നതിന് മുൻപ് കംപ്ലീറ്റ്ലി ബ്ലഡ് ചെക്ക് ചെയ്ത് ഉറപ്പായിട്ടും ഈ പറയുന്ന റെസിപ്പിയന്റിന് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് അല്ലെങ്കിൽ മാച്ച് ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മള് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു നമ്മളുടെ മെഡിക്കൽ ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ച്, അതുപോലെ ആയുർവേദിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ മെത്തേഡ്സ്, മോഡേൺ ആയിട്ടുള്ള ചില മെഡിക്കൽ ടെക്നിക്സിനെ കുറിച്ചും, അതുപോലെ ഓരോ ടെക്നിക്സിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അലോപ്പതിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നിക്സിനെ കുറിച്ച്, അതുപോലെ ലാബ് ടെസ്റ്റുകളെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനലി നമ്മൾ പറഞ്ഞത് എന്താണ് ആന്റിബയോട്ടിക്സ് എന്താണ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഓരോരോ കണ്ടീഷനും നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് ഫൈനലി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, അതെങ്ങനെയാണ് ഏത് ഏജിലുള്ളവർക്കൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ ലൈഫ് സേവ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലൈഫ് ഒരാളുടെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും പതിയെ ബ്ലഡ് മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്ത് മറ്റുള്ളവരെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിങ് ആണ്. അപ്പം എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു. Manorama Horizon, learning made simple.